വെൽക്കം ടു സഹകാരി. റീജിയണൽ റൂറൽ ബാങ്കുകൾ അഥവാ RRB നമ്മുടെ റൂറൽ ഏരിയയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, റൂറൽ ഏരിയയുടെ പ്രോസ്പെരിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ് എടുത്തു കൊണ്ടുവന്ന ഒരു ബാങ്കാണ് റീജിയണൽ റൂറൽ ബാങ്ക് അഥവാ RRB എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, നമ്മുടെ RRBയുടെ എസ്റ്റാബ്ലിഷ്മെന്റ് പറഞ്ഞാൽ 1975 നരസിംഹം കമ്മിറ്റിയാണ് നമുക്കിടെ ഇന്ത്യയിൽ ഒരു റൂറൽ ഏരിയയിൽ ക്രെഡിറ്റ് കൊടുക്കാൻ വേണ്ടി ഒരു ബാങ്ക് വേണമെന്ന് സജസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ RRB റെക്കമെൻഡ് ചെയ്ത് ആരാന്ന് തോന്നിച്ചു കഴിഞ്ഞാൽ നരസിംഹം കമ്മിറ്റിയാണ് RRB റെക്കമെൻഡ് ചെയ്ത്. ശ്രദ്ധിക്കുക, 1975 റൂറൽ ഏരിയയിൽ ക്രെഡിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റൂറൽ ഏരിയയിൽ വായ്പകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബാങ്ക് വേണമെന്നുള്ള റെക്കമെൻഡേഷൻ ആര് കൊടുക്കുന്നു? 1975 നരസിംഹം കമ്മിറ്റി കൊടുക്കുന്നു. എന്നാൽ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം കൊണ്ട് നമുക്കൊരു ആക്ട് കൊണ്ടുവരാനെ കൊണ്ടുള്ള ഒരു സാധ്യത ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ആദ്യം ഇതിനു വേണ്ടിയിട്ട് ഒരു ഓർഡിനൻസ് ആണ് പാസ്സാക്കിയത്. ശ്രദ്ധിക്കുക, RRBകൾ നിലവിൽ വന്നത് ഒരു ഓർഡിനൻസിലൂടെയാണ്. ആ ഓർഡിനൻസ് വന്നത് 1975 സെപ്റ്റംബർ 26 ഒരു ഓർഡിനൻസ് കൊണ്ടുവരുന്നു. ശ്രദ്ധിക്കുക, നരസിംഹം കമ്മിറ്റിയുടെ റെക്കമെൻഡേഷന്റെ ഫലമായിട്ട് RRBകൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നു? ഒരു ഓർഡിനൻസ് പാസ്സാക്കുന്നു. RRBകൾ കൊണ്ടുവരാൻ വേണ്ടി ഒരു ഓർഡിനൻസ് പാസ്സാക്കുന്നു 1975 സെപ്റ്റംബർ 26. ഇനി ഈ ഓർഡിനൻസിന്റെ പിൻബലത്തോടു കൂടി 1975 ഒക്ടോബർ 2 ഇന്ത്യയിൽ RRB അഥവാ റീജിയണൽ റൂറൽ ബാങ്കുകൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. ശ്രദ്ധിക്കുക, ഇന്ത്യയിൽ റീജിയണൽ റൂറൽ ബാങ്കുകൾ എസ്റ്റാബ്ലിഷ് ചെയ്ത ഡേറ്റ് 1975 ഒക്ടോബർ 2 ആണ്. അതിന് കാരണമായത് ഒരു ഓർഡിനൻസ് ആണ്. 1975 സെപ്റ്റംബർ 26 വന്ന ഓർഡിനൻസിന്റെ ആ ഒരു പിന്തുടർച്ചയായിട്ട് 1975 ഒക്ടോബർ 2 നമ്മൾ എന്ത് എസ്റ്റാബ്ലിഷ് ചെയ്തു? റീജിയണൽ റൂറൽ ബാങ്കുകൾ ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തു. ശ്രദ്ധിക്കുക, ഒരു ഓർഡിനൻസ് ഒരു കാലാവധിയുണ്ട്, അത് കഴിഞ്ഞാൽ അത് ലാപ്സ് ആവും. അതിനു മുമ്പ് അത് നിയമമാക്കണം. അത്തരത്തിൽ RRBകൾക്ക് വേണ്ടുന്ന നിയമം വന്നത് 1976 ഫെബ്രുവരി 9 ശ്രദ്ധിക്കുക, 75 ബാങ്ക് വന്നെങ്കിലും ആ ബാങ്ക് വരാൻ കാരണമായ ഒരു ഓർഡിനൻസ് ആയിരുന്നു. അതിനുശേഷം നമുക്ക് ഇതിനൊരു നിയമമുണ്ട്. ആ നിയമം എന്ന് പറയുന്നത് RRB ആക്ട് അല്ലെങ്കിൽ റീജിയണൽ റൂറൽ ബാങ്ക് ആക്ട് ആണ്. ആ വർഷത്തെ 21ാമത്തെ ആക്ട് ആയിട്ടാണ് നമ്മുടെ RRB വന്നത്. ഇനി നമ്മുടെ RRB ആദ്യമായിട്ട് വന്നത് നമ്മൾ പറഞ്ഞു 1975 ഒക്ടോബർ 2 പറഞ്ഞു. അന്ന് ആദ്യമായിട്ട് 5 RRBകളാണ് ഒരുമിച്ച് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ആദ്യമായിട്ട് എത്ര RRB ആണ് വന്നത്? 5 RRB അല്ലെങ്കിൽ 5 റീജിയണൽ റൂറൽ ബാങ്കുകളാണ് ആദ്യമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഞാൻ പറഞ്ഞു, ഇതൊരു സെൻട്രൽ ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ് ചെയ്ത് കൊണ്ടുവന്ന പ്രോഗ്രാമാണ്. ഇത് അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഇന്ദിരാഗാന്ധിയുടെ 20 പോയിന്റ് പ്രോഗ്രാം, ഇന്ദിരാഗാന്ധിയുടെ 20 പോയിന്റ് പ്രോഗ്രാമിന്റെ ഫലമായിട്ടാണ് എന്ത് വന്നത്? നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് RRBകൾ വരുന്നത്. അതിൽ തന്നെ ആദ്യമായിട്ട് വന്ന എത്ര RRBകളാണ്? 5 റീജിയണൽ റൂറൽ ബാങ്കുകളാണ് അതിൽ ആദ്യമായിട്ട് വന്നത്. അതിൽ തന്നെ ആദ്യത്തെ RRB എന്ന് പറയുന്നത് യു പിയിലെ മൊറാദാബാദിൽ വന്ന നമ്മുടെ പ്രഥമ ഗ്രാമീൺ ബാങ്ക് ആണ്. ശ്രദ്ധിക്കുക, ഒരു ഗ്രാമീൺ ബാങ്ക് ഒരു സംസ്ഥാനത്ത് വരുമ്പോൾ അതിനെ ഒരു ബാങ്ക് സ്പോൺസർ ചെയ്തിരിക്കണം. ഇത്തരത്തിൽ നമ്മുടെ പ്രഥമ ഗ്രാമീൺ ബാങ്കിനെ സ്പോൺസർ ചെയ്ത ബാങ്കാണ് സിൻഡിക്കേറ്റ് ബാങ്ക്. പ്രഥമ ഗ്രാമീൺ ബാങ്കിന്റെ ഇനിഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 5 കോടി രൂപയാണ്. ശ്രദ്ധിക്കുക, പ്രഥമ ഗ്രാമീൺ ബാങ്കിന്റെ ഇനിഷ്യൽ ക്യാപിറ്റൽ എത്രയായിരുന്നു? 5 കോടി രൂപ ഇനിഷ്യൽ ക്യാപിറ്റലിൽ നമ്മുടെ സിൻഡിക്കേറ്റ് ബാങ്ക് സ്പോൺസർ ചെയ്ത ബാങ്കാണ് ഏത്? നമ്മുടെ ആദ്യത്തെ RRB ആയിട്ടുള്ള പ്രഥമ ഗ്രാമീൺ ബാങ്ക്. അത് വന്നത് യു പിയിലെ മൊറാദാബാദിലാണ്. അത് സ്പോൺസർ ചെയ്ത ബാങ്ക് എന്ന് പറയുന്ന ആരാണ്? സിൻഡിക്കേറ്റ് ബാങ്ക്. സോ ഈ പ്രഥമ ഗ്രാമീൺ ബാങ്ക് ആണ് നമ്മുടെ ഇന്ത്യയിൽ 5 RRBകൾ വന്നതിലും ആദ്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത റീജിയണൽ റൂറൽ ബാങ്ക് ഏതാണ്? പ്രഥമ ഗ്രാമീൺ ബാങ്ക് ആണ്. അതുപോലെ തന്നെ ഈ പറയുന്ന 5 RRBകൾ ഒന്ന് പ്രഥമ ഗ്രാമീൺ ബാങ്ക് ആണെന്ന് പറഞ്ഞു. മറ്റ് 4 RRBകളായിരുന്നു. ഒന്ന് ഗോർ ഗ്രാമീൺ ബാങ്ക് ഉണ്ട്, അത് യൂക്കോ ബാങ്ക് ആണ്. ഗോർ ഗ്രാമീൺ ബാങ്ക് നമ്മൾ സ്പോൺസർ ചെയ്ത ബാങ്ക് ആരാണ്? യൂക്കോ ബാങ്ക് ആണ് ഗോർ ഗ്രാമീൺ ബാങ്ക് സ്പോൺസർ ചെയ്തത്. രണ്ടാമത്തെയായിരുന്നു ഗോരഖ്പൂർ ക്ഷത്രിയ ഗ്രാമീൺ ബാങ്ക്, SBI സ്പോൺസർ ചെയ്ത ഗോരഖ്പൂർ ക്ഷത്രിയ ഗ്രാമീൺ ബാങ്ക്. മൂന്നാമത്തെ ഹരിയാന ക്ഷത്രിയ ഗ്രാമീൺ ബാങ്ക്. ആര്? നമ്മുടെ പഞ്ചാബ് നാഷണൽ ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്ത ഹരിയാന ക്ഷത്രിയ ഗ്രാമീൺ ബാങ്കും.
അതോടൊപ്പം തന്നെ ജയ്പൂർ നഗർ അഞ്ചാലി ഗ്രാമീൺ ബാങ്ക്, നമ്മുടെ യൂക്കോ ബാങ്ക് തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്ത ജയ്പൂർ നഗർ അഞ്ചാലി ഗ്രാമീൺ ബാങ്ക്, ഇങ്ങനെ 5 ഗ്രാമീൺ ബാങ്കുകളാണ് വന്നത്. ആദ്യം വന്നത് പ്രഥമ ഗ്രാമീൺ ബാങ്ക്, രണ്ടാമത് വന്നത് ഗോർ ഗ്രാമീൺ ബാങ്ക്, മൂന്നാമത് വന്നത് ഗോരഖ്പൂർ ക്ഷത്രിയ ഗ്രാമീൺ ബാങ്ക്, നാലാമത് വന്നത് ഹരിയാന ക്ഷത്രിയ ഗ്രാമീൺ ബാങ്ക്, അഞ്ചാമത് വന്നത് ജയ്പൂർ നഗർ അഞ്ചാലിക്ക് ഗ്രാമീൺ ബാങ്ക്. ഇങ്ങനെ 5 RRBകളാണ് ആദ്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അതിൽ തന്നെ ആദ്യത്തെ RRB നമ്മൾ പറഞ്ഞതാണ് ഏതാണ്, നമ്മുടെ പ്രഥമ ഗ്രാമീൺ ബാങ്ക് ആണ്. ബാക്കി 4 RRBകളും അവ സ്പോൺസർ ചെയ്ത ബാങ്കുകളുമാണ് ഇത്. ഇനി നമ്മുടെ RRBകൾ റെക്കമെൻഡ് ചെയ്ത് കൊണ്ടുവന്നത് നരസിംഹം കമ്മിറ്റി ആണെങ്കിലും അത് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഗ്രൗണ്ട് ലെവൽ വർക്കൊക്കെ ചെയ്തത് MS സ്വാമിനാഥനാണ്. സോ ശ്രദ്ധിക്കുക, അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ RRBയുടെ പിതാവെന്ന് അറിയപ്പെടുന്ന ആരെയാണ്, MS സ്വാമിനാഥനെയാണ്. ശ്രദ്ധിക്കുക, RRBകൾ റെക്കമെൻഡ് ചെയ്തത് നരസിംഹം കമ്മിറ്റി ആണെങ്കിലും ഇന്ത്യയിലെ RRBകളുടെ ഫാദർ എന്നറിയപ്പെടുന്ന ആരെയാണ്, സ്വാമിനാഥനാണ്. അതിന്റെ കാരണം ഇത് ഗ്രാസ് റൂട്ട് ലെവലിൽ നടപ്പിലാക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത ആരാണ്, MS സ്വാമിനാഥൻ ആയതുകൊണ്ട് തന്നെ MS സ്വാമിനാഥനെ എന്തെന്ന് വിളിക്കുന്നു, റീജിയണൽ റൂറൽ ബാങ്കുകളുടെ ഇന്ത്യയിലെ പിതാവെന്ന് വിളിക്കുന്നു. എന്നാൽ നമ്മുടെ ലോകത്തെ ഗ്രാമീൺ ബാങ്കിന്റെ ഫാദർ എന്നറിയപ്പെടുന്ന ബംഗ്ലാദേശുകാരനായ മുഹമ്മദ് യൂനുസ് ആണ്. ശ്രദ്ധിക്കുക, ബംഗ്ലാദേശുകാരനായ മുഹമ്മദ് യൂനുസ് ആണ് വേൾഡിലെ എന്തിന്റെ ഫാദർ എന്നറിയുന്നത്, നമ്മുടെ ഗ്രാമീൺ ബാങ്കുകളുടെ പിതാവ് എന്നറിയുന്നത്. എന്നാൽ ഇന്ത്യയിലെ ഗ്രാമീൺ ബാങ്കുകൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഗ്രാമീൺ ബാങ്കുകളായ RRBയുടെ പിതാവ് എന്നറിയുന്ന ആരെയാണ്, സ്വാമിനാഥനെയാണ്. ഇനി നമ്മുടെ RRBകളുടെ അതല്ലെങ്കിൽ റീജിയണൽ റൂറൽ ബാങ്കിന്റെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 5 കോടി രൂപയും അതിന്റെ മിനിമം ഇഷ്യൂഡ് ക്യാപിറ്റൽ 1 കോടി രൂപയും വേണമെന്നായിരുന്നു നിലവിലെ റൂൾസ്. അതായത് ഈ പറയുന്ന RRB ആക്ട് പ്രകാരം നമുക്ക് 5 കോടി രൂപ ഓതറൈസ്ഡ് ക്യാപിറ്റലും ഇഷ്യൂഡ് ക്യാപിറ്റൽ മിനിമം 1 കോടിയും വേണമെന്നായിരുന്നു. എന്നാൽ 2015 ഒരു RRB അമെൻമെന്റ് ആക്ട് വന്നിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ഇതിന്റെ ബില്ല് വന്നത് 2014 RRB അമെൻമെന്റ് ബിൽ 2014 അതിനുശേഷം വന്ന RRB അമെൻമെന്റ് ആക്ട് 2015 പ്രകാരം ഈ പറയുന്ന 5 കോടി എന്ന് പറയുന്ന ക്യാപിറ്റൽ റിക്വയർമെന്റ് 2000 കോടിയിലേക്ക് ഉയർത്തുവാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അതായത് RRBയുടെ ക്യാപിറ്റൽ 5 കോടി മതിയായിരുന്നു, 5 കോടി മതിയായിരുന്നുവെങ്കിലും ഈ പറയുന്ന RRB അമെൻമെന്റ് ആക്ടിന്റെ പിൻബലത്തിൽ ഇനി മുതൽ RRBയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്ന മിനിമം എത്ര വേണം, 2000 കോടി വേണം. ശ്രദ്ധിക്കുക, RRBയുടെ ക്യാപിറ്റലിൽ നിന്ന് മിനിമം വേണ്ടുന്നത് 2000 കോടി രൂപയാണ്. ദെൻ RRBയുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ നമുക്ക് 50:15:35 എന്ന അനുപാതത്തിലാണ് വീതിക്കുന്നത്. ശ്രദ്ധിക്കുക, സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ഒരു സ്പോൺസേഡ് ബാങ്ക് കൂടെ ചേർന്നാണ് RRB രൂപീകരിക്കുന്നത്, അതിന്റെ ക്യാപിറ്റൽ സ്ട്രക്ചറിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. സോ അവിടെ ആരൊക്കെയുണ്ട്, സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട്, അതോടൊപ്പം തന്നെ ഒരു സ്പോൺസർ ബാങ്ക് ആണ്. ഈ പറയുന്ന എല്ലാ സ്റ്റേറ്റുകളിലും ഒരു സ്പോൺസർ ബാങ്കും ഉണ്ടായിരിക്കും. സോ ശ്രദ്ധിക്കുക, ഇതിലെ 50% ക്യാപിറ്റൽ, ടോട്ടൽ ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ 50% ക്യാപിറ്റൽ ഇടേണ്ടത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. നേർപകുതിയും ഇടേണ്ട സെൻട്രൽ ഗവൺമെന്റും അതിനുശേഷം 15% സ്റ്റേറ്റ് ഗവൺമെന്റും അതിനുശേഷം ബാക്കി വരുന്ന 35% നമ്മുടെ സ്പോൺസേഡ് ബാങ്കും. ഇങ്ങനെ 50:15:35 എന്ന അനുപാതം 50:15:35 എന്ന അനുപാതത്തിലാണ് ഈ പറയുന്ന RRBകളുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ വരുന്ന RRBകളുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ. ശ്രദ്ധിക്കുക, RRBയുടെ ക്യാപിറ്റൽ സെൻട്രൽ ഗവൺമെന്റ് കോൺട്രിബ്യൂഷൻ ഉണ്ട് 50%, സ്റ്റേറ്റ് ഗവൺമെന്റ് കോൺട്രിബ്യൂഷൻ ഉണ്ട് 15%, സ്പോൺസേഡ് ബാങ്കിന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട് 35%. സ്പോൺസേഡ് ബാങ്കുകളുടെ കൂടി എന്താണ്, കോൺട്രിബ്യൂഷൻ ആണ്. ദെൻ നമ്മുടെ RRBകളെ നമ്മൾ റെഗുലേറ്റ് ചെയ്യുന്നത് RBI ആണെങ്കിലും RRBകളെ ഇൻസ്പെക്ട് ചെയ്യാനുള്ള അധികാരം RBI കൊടുത്തിരിക്കുന്നത് നമ്മുടെ നാഷണൽ ബാങ്കായ നബാർഡിനാണ്. സോ നബാർഡ് എൻട്രസ്റ്റഡ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഇൻസ്പെക്ടിങ് RRB അണ്ടർ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് സെക്ഷൻ 35 സബ്സെഷൻ 6. ശ്രദ്ധിക്കുക, ബാങ്കിങ് റെഗുലേഷൻ ആക്ടിന്റെ BR ആക്ടിന്റെ സെക്ഷൻ 35 സബ്സെഷൻ 6 പ്രകാരം നമ്മുടെ RRBകളിൽ അല്ലെങ്കിൽ റീജിയണൽ റൂറൽ ബാങ്കുകളെ ഇൻസ്പെക്ട് ചെയ്യാനുള്ള അധികാരം RBI ആർക്കാണ് കൊടുത്തിരിക്കുന്നത്, നബാർഡിനാണ് കൊടുക്കുന്നത്. എന്നാലും ഈ പറയുന്ന റെഗുലേഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ റെഗുലേറ്ററി പവർ എന്ന് പറയുന്ന ആർക്ക് തന്നെയാണ്, RBIക്കാണ്. ശ്രദ്ധിക്കുക, RBIക്കാണ്. നമ്മുടെ RRBകളെ ഇൻസ്പെക്ട് ചെയ്യാനുള്ള അധികാരം മാത്രമാണ് നബാർഡിനുള്ളത്. എന്നാൽ RRBകളെ ആര് റെഗുലേറ്റ് ചെയ്യുന്നു വെച്ചാൽ ആൻസർ
RBI ആണ്. ഈ നിയമം മറന്നു പോയിരിക്കുക. RRBകളെ നമ്മുടെ നബാർഡ് എന്ത് ചെയ്യണം, ഇൻസ്പെക്ട് ചെയ്യണം എന്ന് പറയുന്ന നിയമം ബാങ്കിങ് റെഗുലേഷൻ ആക്ടിന്റെ സെക്ഷൻ 35, നമുക്കറിയാം സെക്ഷൻ 35 ഇൻസ്പെക്ഷൻ പറയുന്നത്. അതിന്റെ തന്നെ സബ്സെക്ഷൻ 6 ഇതിനെപ്പറ്റി പറയുന്നത്. ഇനി ഒരു RRBയുടെ മാനേജ്മെന്റ് പറയുന്ന സമയത്ത് ഒരു RRBയുടെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് അതിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ, അതായത് മാനേജ്മെന്റ് ഓഫ് RRB ഈസ് വെസ്റ്റഡ് ഇൻ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഹെഡഡ് ബൈ ചെയർമാൻ. അതായത് ആരാണ് ചെയർമാൻ ആണ് അതിന്റെ ഹെഡ് എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് ചെയർമാൻ എന്ന് പറയുന്നത് നമ്മുടെ സ്പോൺസേഡ് ബാങ്കിന്റെ അപ്പോയിന്റ്മെന്റിലൂടെ വരുന്ന സ്പോൺസേഡ് ബാങ്കിന്റെ ഒരു ഓഫീസർ ആയിരിക്കും ആരെന്ന് പറയുന്നത് RRBയുടെ ബോർഡ് മെമ്പേഴ്സിന്റെ ഹെഡ് ആയിട്ടുള്ള ചെയർമാൻ ആയിട്ട് വരുന്നത്. സോ ഈ RRBയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് എന്തിനെ കൺട്രോൾ ചെയ്യുന്നത്, ഈ പറയുന്ന RRBയെ കൺട്രോൾ ചെയ്യുന്നത്. ഇതിൽ 3 പേര് ഗവൺമെന്റിന്റെ നോമിനി ആയിരിക്കും. ശ്രദ്ധിക്കുക, സെൻട്രൽ ഗവൺമെന്റിന്റെ നോമിനി ആയിട്ട് RRBയുടെ ബോർഡ് മെമ്പേഴ്സിൽ എത്ര പേര് കാണും? 3 പേരുണ്ടാവും. എത്ര പേരുണ്ടാവും? 3 പേരുണ്ടാവും. ഇനി ഒരു റീജിയണൽ റൂറൽ ബാങ്കിന്റെ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെയാണ് ഓപ്പണിംഗ് ബ്രാഞ്ചസ് ഓഫ് ബാങ്ക് ഇൻ ദ റൂറൽ ഏരിയ. റൂറൽ ഏരിയയിൽ ബാങ്കുകൾക്ക് ബ്രാഞ്ച് ഉണ്ടാവുക. ശ്രദ്ധിക്കുക, റൂറൽ ഏരിയയിലെ ഡെവലപ്മെന്റിലൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, നമ്മുടെ ഈ പറയുന്ന റൂറൽ സെക്ടറിന്റെ ഡെവലപ്മെന്റും പ്രോസ്പെരിറ്റി അച്ചീവ് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ റൂറൽ ഏരിയയിൽ കൂടുതൽ ബാങ്ക് തുടങ്ങുക, റൂറൽ ഏരിയയിലേക്ക് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എത്തിക്കുക തുടങ്ങിയത് എന്തിന്റെ ലക്ഷ്യമാണ്? RRBയുടെ ലക്ഷ്യമാണ്. RRBയുടെ രണ്ടാമത്തെ ലക്ഷ്യമാണ് പ്രൊവൈഡിംഗ് ലോൺസ് for the development of the agricultural sector to small farmers, agricultural laborers, small entrepreneurs, etc. ശ്രദ്ധിക്കുക, അഗ്രികൾച്ചറൽ ലോണുകൾ കൊടുക്കുക, കാർഷിക ആവശ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അഗ്രികൾച്ചർ സെക്ടറിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള വായ്പകൾ കൊടുക്കുക എന്ന് പറയുന്നത് RRBയുടെ ഒബ്ജക്റ്റീവാണ്. അതുപോലെ തന്നെ ജനറേറ്റിംഗ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി, എന്ത് ക്രിയേറ്റ് ചെയ്യണം? എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നത് RRBയുടെ ഒരു ഒബ്ജക്റ്റീവാണ്. അതുപോലെ തന്നെ എൻകറേജ് സേവിങ്സ് എമംഗ് ദ റൂറൽ പീപ്പിൾ, അതായത് ഇത് വർക്ക് ചെയ്യുന്നത് ഇതിന്റെ ബ്രാഞ്ചുകൾ മോർ ബ്രാഞ്ചുകളും എന്താണ് റൂറൽ ഏരിയയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇത് ഫോക്കസ് ചെയ്യുന്ന റൂറൽ സെക്ടറിനെയാണ്. അതുകൊണ്ട് തന്നെ റൂറൽ സേവിങ്സിനെ അല്ലെന്നുണ്ടെങ്കിൽ റൂറൽ പീപ്പിളിന്റെ സേവിങ്സിനെ എന്ത് ചെയ്യുക? ഇൻക്രീസ് ചെയ്യുക, അവരിൽ നിന്ന് ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുക, ആ ഫണ്ടുകൾ പ്രൊഡക്റ്റീവ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. അതായത് അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ആൻഡ് യൂസിംഗ് ദ ഫണ്ട് ഫോർ പ്രൊഡക്റ്റീവ് പർപ്പസ്. സോ പ്രധാനപ്പെട്ട പോയിന്റുകൾ: ഒന്ന്, റൂറൽ ഏരിയയിൽ ബ്രാഞ്ചുകൾ തുടങ്ങുക. 2, എന്ത് കൊടുക്കുക? ലോണുകൾ കൊടുക്കുക. എന്തിനു വേണ്ടിയിട്ട്? ഡെവലപ്മെന്റ് ഓഫ് അഗ്രികൾച്ചർ സെക്ടറിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി ലോൺ കൊടുക്കുക. അതുപോലെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി, തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചെടുക്കുക. അതേപോലെ തന്നെ റൂറൽ പീപ്പിളിന് ഒരു സേവിങ്സ് ഹാബിറ്റ് ഉണ്ടാക്കി അവരിൽ നിന്ന് സേവിങ്സ് മൊബിലൈസ് ചെയ്തിട്ട് ആ സേവിങ്സ് എന്തിനു വേണ്ടി ഉപയോഗിക്കുക? പ്രൊഡക്റ്റീവ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുക. വെറുതെ ഉപയോഗിക്കുകയല്ല, പ്രൊഡക്റ്റീവ് പർപ്പസിന് വേണ്ടിയിട്ട് ആ സേവിങ്സ് എന്ത് ചെയ്യുക? ഉപയോഗിക്കുക. ദെൻ 5ാമത്തെ പോയിന്റ് ആണ് protecting common people from money lenders എക്സ്പ്ലോയിറ്റേഷൻ. അതായത് മണി ലെൻഡേഴ്സിന്റെ എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിൽ നിന്ന്. ശ്രദ്ധിക്കുക, മണി ലെൻഡേഴ്സിന്റെ ചൂഷണത്തിൽ നിന്ന് ആരെ? ഈ റൂറൽ പീപ്പിൾസിനെ നമ്മൾ എന്ത് ചെയ്യുക? സേവ് ചെയ്യുക എന്നതും RRBയുടെ ഒരു ലക്ഷ്യമാണ്. അതുപോലെ തന്നെ റെഡ്യൂസിങ് ദ കോസ്റ്റ് ഓഫ് പ്രൊവൈഡിംഗ് ലോൺ ഇൻ റൂറൽ ഏരിയ. റൂറൽ ഏരിയയിൽ ലോൺ കൊടുക്കുമ്പോൾ അതെല്ലാം പ്രയോറിറ്റി സെക്ടറിന്റെ അണ്ടറിൽ വരുന്നത്. ശ്രദ്ധിക്കുക, ഈ പറയുന്ന ബാങ്ക് പ്രയോറിറ്റി സെക്ടർ അണ്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റൂറൽ ഏരിയയിൽ കൊടുക്കുന്ന ലോണുകളുടെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക. ഇതൊക്കെ എന്തിന്റെ ലക്ഷ്യമാണ്? നമ്മുടെ RRBയുടെ ലക്ഷ്യമാണ്. ഇനി RRBകൾ ഇന്ന് നേരിടുന്ന അല്ലെങ്കിൽ റീജിയണൽ റൂറൽ ബാങ്ക്സ് ഇന്ന് നേരിടുന്ന ചലഞ്ചസ് അല്ലെങ്കിൽ അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, അതിൽ ഒന്നാമത്തെ പ്രോബ്ലമാണ് ഈ ഒരു പ്രോബ്ലത്തെ, അതായത് ഈ പറയുന്ന RRBകളുടെ പ്രോബ്ലത്തെ ഡിഫൈൻ ചെയ്തൊരു വ്യക്തിയാണ് വെങ്കടാചലം. ആരാണ്? വെങ്കടാചലം. വെങ്കടാചലത്തിന്റെ അഭിപ്രായത്തിൽ ഇദ്ദേഹത്തിന്റെ കോഡ്സ് അനുസരിച്ച് even though the objective of RRB have been laudable, അതായത് RRBകൾ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് വന്ന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് അഭിനന്ദാർഹമാണ് എങ്കിലും the very nature of business being carried on the RRB make them fragile and vulnerable. ശ്രദ്ധിക്കുക, ഈ പറയുന്ന RRBകളുടെ ആ ഒരു ഡേ ടു ഡേ ബിസിനസ് അല്ലെന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന ആ പ്രവർത്തികൾ എന്ന് പറയുന്നത് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിൽ അല്ലെങ്കിൽ നമ്മളൊരു ഉദ്ദേശ ലക്ഷ്യം നേടാത്ത രീതിയിലുള്ള വർണറബിൾ ആയിട്ടുള്ള ഒരു കണ്ടന്റിലൂടെയാണ് RRB പോകുന്നത് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആര്? വെങ്കടാചലം. അതായത് RRBയുടെ ഉദ്ദേശങ്ങളൊക്കെ, അതായത് RRBയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ നല്ലതായിരുന്നു, അത് അഭിനന്ദാർഹമാണ്. എന്നാൽ അത് ഫംഗ്ഷൻ ചെയ്യുന്ന രീതി അല്ലെങ്കിൽ അതിന്റെ ബിസിനസ് ക്യാരി ഔട്ട് ചെയ്യുന്ന രീതി അത് ശരിയായ രീതിയിലല്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആര്? വെങ്കടാചലം. ശ്രദ്ധിക്കുക, വെങ്കടാചലം. ഇനി RRBയുടെ പ്രധാനപ്പെട്ട ചലഞ്ചുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെയാണ്
ഇൻആഡിക്വേറ്റ് ഫിനാൻസ്. അവർക്ക് എന്തില്ല, ഈ പറയുന്ന റൂറൽ ഏരിയ, ഇപ്പൊ നോക്കുക, ഒരു റൂറൽ ഏരിയയിലാണെങ്കിൽ അവിടെ ആ കസ്റ്റമർ എന്ന് പറയുന്ന റൂറൽ ഏരിയയിലെ ആൾക്കാരായിരിക്കും. അവർക്ക് ഒരുപാട് സേവിങ്സ് ഇല്ല, അവർക്ക് അന്നത്തെ ആ ഒരു വരുമാനം കൊണ്ട് ജീവിക്കുന്നവർ കൊണ്ടുപോയി സേവിങ്സ് ഒന്നും ഇടാൻ നിൽക്കില്ല. സോ അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രോബ്ലം. കാരണം ഈ പറയുന്ന റൂറൽ ഏരിയയിൽ നിന്ന് അമിതമായി ഡെപ്പോസിറ്റുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടത്തില്ല. സോ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഫംഗ്ഷൻ ചെയ്യാനുള്ള മതിയായ ഫണ്ട് കാണത്തില്ല. ഇവർ പൂർണ്ണമായിട്ടും ആരെ ഡിപ്പെൻഡ് ചെയ്യും? നാഷണൽ ബാങ്കായ നബാർഡിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യണം. ശ്രദ്ധിക്കുക, they are dependent on NABARD to collect finance for their further operation. The low level of savings of rural customers create an obstacle for RRB to collect sufficient deposit. ശ്രദ്ധിക്കുക, നബാർഡിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ആര് നിലനിൽക്കുന്നത്? RRB നിലനിൽക്കുന്നത്. അതുപോലെ റൂറൽ ഏരിയയിലുള്ള കസ്റ്റമേഴ്സ് ഡെപ്പോസിറ്റുകൾ ചെയ്യാത്തത് സഫീഷ്യന്റ് ഡെപ്പോസിറ്റുകൾ വരാത്തത് ആരുടെ പ്രോബ്ലമാണ്? RRBകളുടെ പ്രോബ്ലമാണ്. RRBകളുടെ പ്രോബ്ലമാണ്. ദെൻ രണ്ടാമത്തെയാണ് ഹൈ ഡ്യൂ ആൻഡ് പുവർ റിക്കവറി ഓഫ് ലോൺ ഈസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് കൺസേൺ. ശ്രദ്ധിക്കുക, ഈ പറയുന്ന RRBകൾക്ക് ഡ്യൂ ഉണ്ടാവും. ശ്രദ്ധിക്കുക, നമ്മൾ അഗ്രികൾച്ചർ സെക്ടറിലും അതേപോലെ റൂറൽ ഏരിയയിലുമാണ് നമ്മൾ ലോൺ കൊടുക്കുന്നത്. അവിടെ NPA അല്ലെങ്കിൽ നോൺ പെർഫോമിംഗ് അസറ്റ്സ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്, ഇത്തരത്തിൽ ഡ്യൂ ഒരുപാടാവുന്നതും. ഇനി നമുക്കറിയാം, കാർഷിക ആവശ്യങ്ങൾക്ക് ലോൺ കൊടുത്തു കഴിഞ്ഞാൽ അഗ്രികൾച്ചർ സെക്ടറിൽ നമുക്ക് ലോൺ കൊടുത്തിട്ട് അത് സർഫേസി ആക്ട് പ്രകാരം നമുക്ക് പിടിച്ചെടുക്കുവാൻ സാധ്യമല്ല, അതിന് കോർട്ട് ഓർഡർ വേണം. സോ അതിനെന്ത് ചെയ്യും? ഈ പറയുന്ന ലോൺ റിക്കവറിക്ക് ഒരുപാട് ടൈമും, മാത്രമല്ല ഈ ലോൺ റിക്കവറിയുടെ സിസ്റ്റം എന്ന് പറയുന്നത് വളരെ പുവറുമാണ്. ഇത് ആരുടെ പ്രോബ്ലമാണ്? RRBകളുടെ പ്രോബ്ലമാണ്. ശ്രദ്ധിക്കുക, ഇതായത് നമുക്ക് ഓവർ ഡ്യൂ ഉണ്ടാവുന്നതും, അതായത് ഈ പറയുന്ന RRBകൾ കൊടുക്കുന്ന ഗ്രാമീണ മേഖലയിൽ കൊടുക്കുന്ന ലോണുകൾ തിരിച്ചടയ്ക്കാതെ വരുന്നതും, എന്നാൽ ഇത്തരത്തിൽ തിരിച്ചടയ്ക്കാത്ത ലോണുകൾ പിടിച്ചെടുക്കുവാൻ റിക്കവർ ചെയ്യുവാനുള്ള സിസ്റ്റത്തിലെ പോരായ്മയും, ഇത് രണ്ടും RRBയുടെ ഒരു വലിയ പ്രോബ്ലമാണ്. ദെൻ പോസിബിൾ റീസൺസ് ആർ ഇൻസഫിഷ്യന്റ് ആൻഡ് അൺസ്ട്രെയിൻഡ് സ്റ്റാഫ്. അതിന്റെ കാരണം എന്താ? നല്ല രീതിയിലുള്ള സ്റ്റാഫുകളില്ല, അതേപോലെ തന്നെ ഇൻആഡിക്വേറ്റ് പ്രൊഡക്ഷൻ, ശരിയായ രീതിയിലുള്ള പ്രൊഡക്ഷൻ നടക്കുന്നില്ല, പുവർ മാർക്കറ്റിംഗ് ഫെസിലിറ്റി, വളരെ മോശമായ രീതിയിലുള്ള മാർക്കറ്റിംഗ് ഫെസിലിറ്റീസ്, അതുപോലെ ഇംപ്രോപ്പർ ചാനൽ ഓഫ് റിക്കവറി സിസ്റ്റം. ഞാൻ പറഞ്ഞല്ലോ, ഈ പറയുന്ന റൂറൽ ഏരിയയിൽ കൊടുക്കുമ്പോൾ അത് സർഫേസ് ആക്ടിന്റെ പരിധിയിൽ വരില്ല. സോ ഇത്തരത്തിൽ ലോൺ റിക്കവറി സിസ്റ്റത്തിനകത്തുള്ള പോരായ്മകളും, ഈ പോരായ്മകളെല്ലാം തന്നെ എന്തിന്റെ പോരായ്മയാണ്? നമ്മുടെ RRBയുടെ അല്ലെങ്കിൽ റീജിയണൽ റൂറൽ ബാങ്കിന്റെ പോരായ്മയാണ്. ദെൻ അതിനോടൊപ്പം തന്നെ a lot of these banks have still not played a significant role in poverty alleviation of the country. ഈ രാജ്യത്ത് ഈ ബാങ്കുകൾ കൊണ്ടുവരുമ്പോൾ റൂറൽ ഏരിയയിൽ ഡെവലപ്മെന്റ് ഉണ്ടാവും, അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? പ്രോവർട്ടി ഇറാഡിക്കേഷൻ നടത്താമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കൊണ്ടുവന്നെങ്കിലും ഈ പറയുന്ന RRBകൾ കൊണ്ട് നിലവിൽ എന്തുണ്ടാവുന്നില്ല? പ്രോവർട്ടി അലിവേഷൻ ഉണ്ടാവുന്നില്ല. ശ്രദ്ധിക്കുക, ഒരു തരത്തിലുള്ള പ്രോവർട്ടി ഇറാഡിക്കേഷൻ വേണ്ടുന്ന മെഷറുകളും ആരെ കൊണ്ട് എടുക്കാൻ കഴിയുന്നില്ല? RRBയെ കൊണ്ട് എടുക്കാൻ കഴിയില്ല. കാരണം ഈ പറയുന്ന ഗ്രാമീണ മേഖലയിലെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രവർത്തിക്കുമ്പം അവിടുത്തെ ആൾക്കാർ പ്രോവർട്ടി ലൈനിലാണ് എങ്കിൽ, അല്ലെങ്കിൽ അതിന് താഴെയാണ് എങ്കിൽ, അവിടുത്തെ ആൾക്കാരിൽ നിന്ന് ഡെപ്പോസിറ്റ് മൊബിലൈസ് ചെയ്യാൻ കഴിയില്ല, അവർക്ക് കൊടുക്കുന്ന ലോണുകൾ തിരിച്ചു കിട്ടില്ല. സോ ഇതെല്ലാം ആരുടെ പ്രോബ്ലമായിട്ട് വരും? RRBയുടെ ഫംഗ്ഷനിങ്ങിനകത്തുള്ള പ്രോബ്ലമായിട്ട് വരുന്നതാണ്. ദെൻ അതുപോലെ തന്നെ നാലാമത്തെയാണ് ലാക്ക് ഓഫ് പ്രോപ്പർ കോർഡിനേഷൻ ബിറ്റ്വീൻ RRB ആൻഡ് അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് RRB മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളും തമ്മിൽ പ്രോപ്പർ കോർഡിനേഷൻ ഇല്ലാത്തത് ഇതിൻ്റെ ഒരു പോരായ്മയാണ്. അതായത് പ്രധാനമായിട്ടും പറയുന്നത് കൊമേഴ്ഷ്യൽ ബാങ്കുകളുമായിട്ട്, നബാർഡുമായിട്ടോ കോപ്പറേറ്റീവ് ബാങ്കുമായിട്ടോ ഒക്കെ ഒരു ശരിയായ രീതിയിൽ, കാരണം ഈ കോപ്പറേറ്റീവ് ബാങ്കുകൾ ഇവരും തമ്മിൽ പരസ്പരം ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ RRBകൾ ഈ പറയുന്ന ബാങ്കുകളായിട്ടൊന്നും നല്ല രീതിയിലുള്ള ടച്ചപ്പ് ഇല്ലാതെ പോകുന്നതും എന്തിന്റെ കാരണമാണ്? ഈ പറയുന്നതിന്റെ ഒരു ചലഞ്ചിന് കാരണമാണ്. സോ പുവർ കോർഡിനേഷൻ ബിറ്റ്വീൻ RRB ആൻഡ് ഫിനാൻഷ്യൽ, അതായത് നബാർഡുമായിട്ടുള്ള കോർഡിനേഷൻ, അതേപോലെ നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ കോർഡിനേഷൻ, നമ്മുടെ കോപ്പറേറ്റീവ് ബാങ്കുകളുടെ കോർഡിനേഷനൊക്കെ വളരെ പരിതാപകരമായ രീതിയിലാണ് എവിടെ നടക്കുന്നത്? RRBയിൽ നടക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഫണ്ട് ഡിസ്പേഴ്സ് ചെയ്യുമ്പോഴോ മറ്റു ബാങ്കിൽ ബിസിനസ് ചെയ്യുമ്പോഴോ ഈ ബാങ്കിന് ഒരുപാട് പ്രോബ്ലംസ് നേരിടേണ്ടതായിട്ട്. സോ ഇതെല്ലാം ആറ് ചലഞ്ചുകളാണ്, RRBകൾ ഇന്ന് ഇന്ത്യയിൽ ഫേസ് ചെയ്യുന്ന ചലഞ്ചുകളാണ്. നമ്മുടെ RRBയായിട്ട് ബന്ധപ്പെട്ട ചില കമ്മിറ്റികളാണ്. അതിൽ ഒന്നാമത്തെ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ദണ്ഡവാല കമ്മിറ്റി 1978. സോ ദണ്ഡവാല കമ്മിറ്റി പറഞ്ഞത് റൂറൽ ക്രെഡിറ്റ് കൊടുക്കാൻ ഏറ്റവും അനുയോജ്യമായത് RRBകളാണ്. ഇത് കേട്ടതോടുകൂടിയിട്ട് സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്തു? ധാരാളം RRBകൾ സംസ്ഥാനങ്ങളിലെല്ലാം, അതായത് അങ്ങോളം ഇങ്ങോളമുള്ള സംസ്ഥാനങ്ങളിലെല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ തുടങ്ങി. സോ ദണ്ഡവാല കമ്മിറ്റി 1978 recommended that RRB should become an integral part of rural credit. റൂറൽ ക്രെഡിറ്റിന്റെ ഇന്റഗ്രൽ പാർട്ട്
അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമായിട്ട് RRB മാറുമെന്ന് പറഞ്ഞു. ഇതെന്തിന് കാരണമായി? എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് മോർ RRBകൾക്ക് കാരണമായി. ധാരാളം RRBകൾ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം വരുവാൻ ഏത് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ്? ദണ്ഡവാല കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് സഹായകരമായി. എന്നാൽ അതിനുശേഷം വന്ന കേൽക്കാർ കമ്മിറ്റി എന്ന 1987 തിരിച്ചിട്ട 78 ദണ്ഡവാല കമ്മിറ്റി, 87 ആര്? നമ്മുടെ കേൽക്കാർ കമ്മിറ്റി പറഞ്ഞു അങ്ങനല്ല, ഈ പറയുന്ന ഒരു RRB എന്താണ് അൺഎക്കണോമിക് ആണെങ്കിൽ അതിനെ വൈൻഡ് അപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. ശ്രദ്ധിക്കുക, 1987 നമ്മുടെ കേൽക്കാർ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ഇങ്ങനെയായിരുന്നു, അൺഎക്കണോമിക് RRB ഷുഡ് ബി മെർജ്ഡ്. ഇത് കേട്ടതോട് കൂടിയിട്ട് താൽക്കാലികമായിട്ട് സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്തു? ഫസ്റ്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് RRBകൾ ഇനിയും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് തടഞ്ഞു വെച്ചു, സ്റ്റോപ്പ് ചെയ്തു. ശ്രദ്ധിക്കുക, ഈ പറഞ്ഞ ദണ്ഡവാല കമ്മിറ്റിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് കേൽക്കാർ കമ്മിറ്റി. ദണ്ഡവാല കമ്മിറ്റി പറഞ്ഞു റൂറൽ ക്രെഡിറ്റിന് അല്ലെങ്കിൽ ഒരു ഇന്റഗ്രൽ പാർട്ടാണ് RRB എന്ന് പറഞ്ഞു. അത് എന്തിന് കാരണമായി? ഒരുപാട് RRBകൾ വരുന്നതിന് കാരണമായി. എന്നാൽ രണ്ടാമത് വന്ന നമ്മുടെ ആര്? കേൽക്കാർ കമ്മിറ്റി, 87 വന്ന കേൽക്കാർ കമ്മിറ്റി പറയുന്നു അങ്ങനല്ല, RRBകൾ പ്രോഫിറ്റബിൾ ആവണം, അൺഎക്കണോമിക് ആയിട്ടുള്ള RRBകൾ ഉണ്ടെങ്കിൽ അത് മെർജ് ചെയ്യണം എന്ന് പറഞ്ഞു. ഈ ഒരു നിർദ്ദേശം വന്നതോടെ ഫർദർ RRBകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ആര് നിർത്തിവെച്ചു? സെൻട്രൽ ഗവൺമെന്റ് നിർത്തിവെച്ചു. ദെൻ ചലപതി റാവു കമ്മിറ്റി അപ്പോയിന്റഡ് ഫോർ റീസ്ട്രക്ചറിംഗ് ഓഫ് RRB ബൈ നബാർഡ് അപ്പോയിന്റ് ചെയ്തൊരു കമ്മിറ്റിയാണ് ചലപതി റാവു കമ്മിറ്റി. ഈ ചലപതി റാവു കമ്മിറ്റി RRBകളെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? ശ്രദ്ധിക്കുക, RRBകളെ റീസ്ട്രക്ചർ ചെയ്ത കമ്മിറ്റിയാണ്. അതായത് RRBകളെ അവരുടെ ഫിനാൻഷ്യൽ പൊസിഷൻ കാറ്റഗറി A, കാറ്റഗറി B, കാറ്റഗറി C ആൻഡ് കാറ്റഗറി D എന്ന് പറഞ്ഞ് തരംതിരിച്ചു. കാറ്റഗറി A എന്ന് പറയുന്ന ലാഭം ഉണ്ടാക്കുന്ന നഷ്ടമൊന്നും ഇല്ലാത്ത RRBയും അതങ്ങനെയുള്ള ഓരോ ആ മാനദണ്ഡങ്ങൾ വെച്ച് ഇവരെ തരംതിരിക്കുകയും, അതായത് കാറ്റഗറി എക്ക് വരുന്ന ബാങ്കുകൾക്ക് ഷെയർ ക്യാപിറ്റൽ പങ്കെടുക്കാനുള്ള അനുവാദം കൊടുത്തു. കാറ്റഗറി ബി വരുന്ന ബാങ്കുകളെ സ്പോൺസർ ബാങ്ക് നന്നായിട്ട് സൂപ്പർവൈസ് ചെയ്യണമെന്ന് പറഞ്ഞു. കാറ്റഗറി സിയിൽ വരുന്ന RRBകൾ മെർജ് ചെയ്യണമെന്ന് പറഞ്ഞു. കാറ്റഗറി ഡി വരുന്ന RRBകൾ വൈൻഡ് അപ്പ് ചെയ്യണമെന്നും പറഞ്ഞൊരു കമ്മിറ്റിയാണ് ചലപതി റാവു കമ്മിറ്റി. ദെൻ അടുത്ത കമ്മിറ്റിയാണ് ചക്രബർത്തി കമ്മിറ്റി. 2009 വന്ന ചക്രബർത്തി കമ്മിറ്റി RRBകളുടെ റീക്യാപിറ്റലൈസേഷൻ. ചലപതി എന്താ? റീസ്ട്രക്ചറിംഗ് ആണ്. ചലപതി റാവു റീസ്ട്രക്ചറിങ്ങും നമ്മുടെ ചക്രബർത്തി കമ്മിറ്റി റീക്യാപിറ്റലൈസേഷൻ, RRBകളുടെ റീക്യാപിറ്റലൈസേഷൻ സജസ്റ്റ് ചെയ്യുകയും RRBകളുടെ ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ CAR 31 മാർച്ച് 2012 ആകുമ്പോഴേക്കും അത് 9% അച്ചീവ് ചെയ്യണമെന്ന് പറഞ്ഞ് ശ്രദ്ധിക്കുക. 2012 മാർച്ച് 31 ഈ പറഞ്ഞ ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ, അതായത് RRBയുടെ ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ എത്രയിലേക്ക്? 9% എത്തിക്കണമെന്നും പറഞ്ഞ RRBയുടെ റീക്യാപിറ്റലൈസേഷന് വേണ്ടി വന്ന കമ്മിറ്റിയാണ് ഏത്? ചക്രവർത്തി കമ്മിറ്റി. വന്ന കമ്മിറ്റിയാണ് ഏത്? ചക്രവർത്തി കമ്മിറ്റി. ദെൻ അടുത്തൊരു കമ്മിറ്റിയാണ് ബാസു കമ്മിറ്റിയും ഭണ്ഡാരി കമ്മിറ്റി. ശ്രദ്ധിക്കുക, ഭണ്ഡാരി കമ്മിറ്റി 94-95 ബാസു കമ്മിറ്റി 95-96 വന്ന കമ്മിറ്റിയാണ്. ഈ രണ്ട് കമ്മിറ്റികളും RRBയുടെ റീകൺസ്ട്രക്ഷൻ, RRBകളുടെ റീകൺസ്ട്രക്ഷൻ. ശ്രദ്ധിക്കുക, RRBകൾ റീസ്ട്രക്ചർ ചെയ്യണമെന്ന് പറഞ്ഞ കമ്മിറ്റി ചലപതി റാവു കമ്മിറ്റി. RRBകൾ റീക്യാപിറ്റലൈസേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ കമ്മിറ്റി ചക്രബർത്തി കമ്മിറ്റി. RRBകൾ റീകൺസ്ട്രക്ഷൻ ചെയ്യണമെന്ന് പറഞ്ഞ കമ്മിറ്റി ഭണ്ഡാരി കമ്മിറ്റി ഉണ്ട്, ബാസു കമ്മിറ്റി. സോ ഇത്രയൊക്കെ RRBയായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്മിറ്റികളാണ്.